എന്താ ഷെർലി? എന്താ പറ്റി? നായകനെ ഒളിഞ്ഞു നോക്കിയെന്നോ? സത്യം പറയടാ, നീ എവിടെ പോയിരുന്നു? നീ എവിടെ പോയിരുന്നു? എന്നെ സംശയിച്ചോണ്ടല്ലോ, ഞാൻ ഒന്നിനു പോയതാ. സാർ എവിടെ പോയെന്ന് പറ. ഞാൻ ഫ്രെയിം നോക്കാം. എനിക്കറിയാം. ഞാൻ ക്യാമറ എടുത്തേനെ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്ത് ഷെർലി? ആ കൊച്ചിന്റെ അമ്മ ഭയങ്കര ദേഷ്യത്തിലാണ് സാറ് വന്ന് എന്തെങ്കിലും സംസാരിക്കുക. എന്റെ ഷെർലി, എങ്ങനെങ്കിലും ആ കൊച്ചിനെ ഒന്ന് അനുനയിപ്പിക്കാൻ നോക്ക്. ഞാൻ എന്തോന്ന് പറയാൻ, അവരുടെ കേസാക്കാൻ പോകുന്നു. കേസായി കഴിഞ്ഞാൽ ആകെപ്പാട് പൊല്ലാപ്പാവും. അതിനു മുമ്പ് എന്താന്ന് വെച്ചാൽ ഈ തെറ്റെന്ന് പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും പറ്റും. അതാണ് മനുഷ്യന്മാരല്ലേ, തെറ്റ് ആർക്കും വേണം പറ്റും. എങ്ങനെങ്കിലും ഒന്ന് അനുനയിപ്പിക്കാൻ നോക്ക്. ഷൂട്ട് മുടങ്ങരുത്. ഷെർലിക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. സാറ് വാ. ഞാനിവിടെ ഉള്ളപ്പോ ആര് വിളിച്ച് നോക്കാനാ? ഇതിനൊരു തീരുമാനം എടുത്തിട്ട് മതി ബാക്കി ഷൂട്ടിംഗ്. നിങ്ങൾ സ്വയിപ്പാക്കല്ലേ? ഞാൻ സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. സാർ ഇപ്പൊ ഇവിടെ എത്തും. ഒറ്റയോർമ്മ ഇവിടെ അണങ്ങിപ്പോയെങ്കിലും ലൊക്കേഷനിൽ നിന്ന് വിളിച്ചു പറഞ്ഞല്ലേ? പറഞ്ഞു. ഭർത്താവേ, എന്റെ ഷൂട്ടിംഗ് മുടങ്ങുമല്ലോ. അശോക് സാറ് പരിചയമുണ്ടോ? പരിചയം ഉണ്ടെങ്കിലേ കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് അശോക് സാറിന് അറിയില്ല? പൊന്നീച്ച അശോക സാറെന്ന് അയാളെ കയ്യിൽ നിന്ന് ഒരു അടി കൊണ്ട കണ്ണു കൂടെ പൊന്നീച്ച മറക്കൂ. ഭയങ്കരനാ. നിങ്ങൾക്ക് അറിയോ, അയാൾ 10 കൊല്ലം കൊണ്ട് 14 ട്രാൻസ്ഫർ വാങ്ങിയ മനുഷ്യനാ. അയാളെ വിളിക്കേണ്ട വല്ല കാര്യമുണ്ടോ? നിങ്ങൾക്ക് ഞങ്ങളൊക്കെ പറഞ്ഞിട്ട് സോൾവ് ആക്കി തരില്ലായിരുന്നോ? ആണ് അല്ല, നീ ആരാ? ആവശ്യം ഇപ്പൊ അങ്ങനെയായോ? ഞാനാണ് ഇതിന്റെ കൺട്രോളർ. കോഴിക്കോടിന്റെ കൺട്രോൾ ആകും വന്നിട്ട് ഇതിന്റെ മൊത്തം കൺട്രോളർ പോയി കിടക്കപ്പോ. കൺട്രോൾ എന്താ സംഭവം? നീ ഒന്ന് കൺട്രോൾ ചെയ്യാ. എത്ര നാളായിട്ട് പറയുന്നു ഈ സീറ്റിന്റെ കുഷൻ ഒന്ന് മാറ്റണമെന്ന്. ഉടനെ റെഡിയാക്കാം സാർ. അടുത്ത സ്റ്റേഷനിലേക്ക് എന്നെ മാറ്റുന്നതിന് മുമ്പെങ്കിലും റെഡി ആവുമോ? ശരിയാക്കാം സാർ. കുറ്റവാളികൾക്കൊക്കെ കുഷൻ സീറ്റ്, എനിക്ക് പഞ്ഞു പോയ തലയണ പോലത്തെ സീറ്റ്. ആരാ എനിക്ക് ഫോൺ ചെയ്തത്? ഞാനാ സാർ. നിങ്ങളാണോ ഒളിഞ്ഞു നോക്കിയത്? അയ്യോ, ഞാനല്ല. ഇതെന്റെ മോളാ. എന്റെ മോളെ ഒളിഞ്ഞു നോക്കിയത്. നിങ്ങളുടെ മുഖത്ത് ഒരു സങ്കടവും കാണാനില്ല, ഒരു ടെൻഷനും കാണാനില്ല. നിങ്ങളൊക്കെ ഒരു അമ്മയാണ്. ഈ എക്സ്പ്രഷൻ ഒന്നും ഇവിടെ വേണ്ട കേട്ടോ. ഇവിടെ മാറിയേക്ക്. എന്റെ പേരെന്താ? അശ്വിനി. റായി. റായ? അശ്വിനി റായി. റായ് എന്നുള്ള അച്ഛനാണ്? കുടുംബ പേരാണ്? അല്ല. പിന്നെന്താണ്? ആ ഫാഷൻ ഒന്നും ഇവിടെ വേണ്ട. ഇട്ട പേര് പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ എവിടെ വെച്ചാ ഡ്രസ് ചേഞ്ച് ചെയ്തത്? മുകളിലെ റൂമിൽ വെച്ചാ. മുകളിലെ റൂമിൽ ഇരുന്നാലേ തനിക്ക് ഡ്രസ് ചേഞ്ച് ആവുള്ളൂ. എനിക്ക് അവിടെ ആയിരുന്നു തന്നത്. ആണോ? ഞാനോടാ കുമാർ. കാതരാന്നല്ലേ വിളിച്ച? കേറാ, ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞാൽ മതി. എന്റെ പേര് കുമാരനാണ്. കാതരൻ. കാതരൻ. കുമാരാന്ന് വിളിച്ചാൽ കാതരൻ വിളി വെക്കും. ഞാൻ കാതരാന്നാ കേട്ടു. നീ അങ്ങനെ കേൾക്കണ്ട കേട്ടാ. നീ എന്ത് ചെയ്യണു? ഇവിടുത്തെ തിരക്കഥ. തിരക്കാതാ എന്തൊക്കെ എഴുതും? ഇതെന്താണെന്ന് അറിയാം? ഈ ഭാഗം തിരക്കഥാകൃത്തല്ലേ? നല്ല അറിവുണ്ടല്ലോ. ഇതെന്ത്, ഏത് ഭാഗമാണ് ഇത്? സാറിന്റെ കൈയുടെ ഭാഗം. ആ കൈയുടെ ഭാഗം ഇംഗ്ലീഷിൽ എന്താ പറയും? ഇത് റിസ്റ്റ് എന്ന് പറയും. ഇത് ഫോറാണ്. ഇവിടെ കൈ പിടിച്ച് തിരിച്ചാണ്ടല്ലോ നിന്റെ സ്പൈനൽ കോഡ് പറയ്ക്കും. അഭ്യാസം എന്റെ അടുത്താണ്. ഇല്ല സാർ. മാറിക്കട എല്ലാ എണ്ണത്തിൻ്റെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിക്കും. ആ, ഡീറ്റെയിൽ ആയിട്ട് എനിക്കൊന്ന് ക്വസ്റ്റ്യൻ ചെയ്യണം. 2 ട്രിപ്പ് അടിച്ചാലോ? അല്ലേ വേണ്ട, ഒരു കാര്യം ചെയ്യും, തണലെ തൊട്ട് മാറ്റി നിർത്താം. എനിക്ക് എല്ലാവരെയും ക്വസ്റ്റ്യൻ ചെയ്യണം. ഒറ്റ എണ്ണത്തിന് വിടരുത്. എവിടേക്ക്? എവിടെ പോണത്?